മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്രവണത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് എൻഡ് ടൈമാണ്. അവസാനത്തെ 10 പോയിൻ്റുകൾ പറഞ്ഞിരുന്നു. അത് നമ്മൾ ഇത് അവസാന കാലമാണ്, ഈ തലമുറയോടുകൂടി അവസാനിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയറായിട്ടുള്ളൊരു വ്യക്തമായൊരു ധാരണ നിങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഉൽപ്രാവണം, സഭ ഈ ട്രിബുലേഷനിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. സഭ മഹോദ്രവത്തിൽ കൂടി കടന്നു പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് ബൈബിളിൽ നിന്ന് കുറച്ച് വാക്യങ്ങൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പല ചിന്തകൾ അതിനകത്തുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ട്രിബുലേഷൻ പീരീഡിൽ കൂടി സഭ കടന്നു പോകും, ഇപ്പോൾ ഒക്കെ ട്രിബുലേഷൻ ആണ് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഒരുപാട് പഠിപ്പിക്കലുണ്ട്. 1934 തൊട്ട് ഇവിടെ ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് പഠിപ്പിക്കുന്ന ആളുകളുമുണ്ട്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം അത് ശരിയായെന്നും ഒക്കെ പറയാം. ഇതൊന്നും ബൈബിളിൽ അതിനുള്ള ബേസിക്കായിട്ടുള്ള അതിനുള്ള ഇൻഡിക്കേഷനൊന്നും നമുക്ക് കാണുന്നില്ല. നമ്മൾ ബൈബിളിലെ വാക്യങ്ങളിൽ നിന്നാണല്ലോ കൂടുതലും നമ്മൾ ചിന്തിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16:18 പത്രോസുമായിട്ട് യേശുക്രിസ്തു സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് നിന്നോട് പറയും. അവിടെ ഒരു പൊസസീവ് നേച്ചറിലാണ് പറയുന്നത്. എൻ്റെ സഭയെ പണിയും. കർത്താവ് പറയുന്നിടത്തൊക്കെ ഉണ്ട് എൻ്റെ പിതാവ്, എൻ്റെ ശിഷ്യന്മാർ, എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ സഭ എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സണൽ തിങ് ആണ്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ചർച്ചൊരു സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കർത്താവ് തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചാണ്. അതുകൊണ്ട് നമ്മൾ പറയത്തില്ല എൻ്റെ വാച്ച് അല്ലെങ്കിൽ എൻ്റെ സാധനം എന്നൊക്കെ നമ്മൾ പറയത്തില്ല. എന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ ഓണർഷിപ്പുള്ള ഒരു സാധനമാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് ആൻറ്റിക്രൈസ്റ്റ് ഭരണത്തിലേക്ക് ഇട്ടിട്ട് കളഞ്ഞ് പോകുമെന്ന് നമുക്ക് ചിന്തിക്കാനേ പറ്റുകയില്ല. രണ്ടാമത് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. വി ആർ ബോഡി ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ്. യേശു തലയാണ്, നമ്മൾ ശരീരമാണ്. കർത്താവിൻ്റെ ശരീരത്തോട് ഒട്ടിച്ചു ചേർന്നപ്പെട്ട കല്ലുകളാണ് നമ്മൾ. കർത്താവ് ശരീരമാണ്, കർത്താവ് തലയാണ്, നമ്മൾ അവൻ്റെ ശരീരമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു ശരീരത്തെ നിങ്ങൾ സാത്താനാൽ ചവിട്ടി മെതിക്കപ്പെടുവാനായിട്ട് കർത്താവ് അനുവദിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ഒരിക്കലും അത് സാത്താന് കൊടുക്കുകയില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ച് അപ്പോസ്തല പ്രവൃത്തി 20:28 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവി. സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ സമ്പാദ്യമാണ് സഭ. ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് നമുക്കറിയാം ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. അത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്. എന്നാൽ തൻ്റെ രക്തം ചിന്തിയത് സകല ജനത്തെയും, ലോകത്തിലുള്ള സർവ്വജാതികളെയും കർത്താവിൻ്റെ മക്കളാക്കി തീർക്കാൻ വേണ്ടിയാണ്. ആ രക്തം, അവസാനത്തുള്ളി രക്തം മുഴുവൻ ഒഴുക്കി സമ്പാദിച്ച സഭയാണ്. സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്നു. പർച്ചേസ്ഡ് വിത്ത് ഹിസ് ഓൺ ബ്ലഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അങ്ങനെ സമ്പാദിച്ച സഭ കർത്താവിൻ്റെ സമ്പാദ്യത്തെ പിശാചിന് കൊടുക്കുമോ? എനിക്ക് തോന്നുന്നില്ല കൊടുക്കുമെന്ന്. നമ്മൾ കൊടുക്കുമെന്ന് സമ്പാദ്യം. നാലാമത്തെ ഒരു വാക്യം, ഒരു ഭാഗം
സഭ ദൈവത്തിൻ്റെ നിവാസമാണ്. സ്പിരിച്വൽ ഹൗസ്. എഫേസ്യർ 2:22 അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. ദൈവത്തിൻ്റെ നിവാസം, ദൈവം വസിക്കുന്നത് സഭയിലാണ്. സ്പിരിച്വൽ ഹൗസ്. ഇതേ കാര്യം തന്നെയാണ് 1 പത്രോസ് 2:5 പറയുന്നത്. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാക്കേണ്ടതിന് പണിയപ്പെടുന്നു. ബിൽറ്റ് അപ്പ് എ സ്പിരിച്വൽ ഹൗസ്. അപ്പോൾ ഒരു സ്പിരിച്വൽ ഹൗസായി സഭ ദൈവത്തിൻ്റെ നിവാസമായിട്ടുള്ള സഭയായിരിക്കുന്നു എന്നുള്ള 4ാമത്തെ പോയിൻ്റായിട്ട് പറയാം. 5ാമതായിട്ട് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് സഭയിലാണ്. സഭയിൽ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളിൽ. പരിശുദ്ധാത്മാവ് ഇപ്പോഴേ ഈ ഭൂമിയിലുണ്ട്. അത് ഓരോ വിശ്വാസികളുടെ ഉള്ളിൽ വസിക്കുന്നു. അത് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ്. സഭ ഇവിടുന്ന് മാറ്റപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവ് മാറുന്നത്. നമ്മളതിൻ്റെ ആ പ്രോസസ്സ് ഇനിയും നമ്മൾ ചിന്തിക്കാനിരിക്കുന്നേ ഉള്ളൂ. അതിന് മുമ്പാണല്ലോ നമ്മൾ ഈ ഒരു ചില ചിന്തകൾ കൊണ്ടുവന്നത്. 2 തെസ്സലോനിക്കർ 2:7 അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അതെന്താണ്? പിശാചിൻ്റെ മർമ്മം. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടാതിരിക്കുന്ന കാര്യം തടുക്കുന്നവനുള്ളത് കൊണ്ടാണ്. അതാരാണ്? ഓരോ വ്യക്തിയിലുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സഭയിൽ വസിക്കുന്നതിനാൽ അധർമ്മമൂർത്തി വെളിപ്പെടുന്നില്ല എന്നുള്ളതാണ്. അധർമ്മമൂർത്തി വെളിപ്പെടും എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് ഇവിടുന്ന് മാറ്റപ്പെടും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭയിൽ ഉള്ളിടത്തോളം കാലം ആൻറ്റി ക്രൈസ്റ്റിനൂടെ ഭരിക്കാൻ പറ്റത്തില്ല. അത് ഇവിടുന്ന് മാറ്റപ്പെട്ടെങ്കിലേ ഭരിക്കാൻ പറ്റും. 6ാമത്തെ കാര്യം, ക്രിസ്തുവിൻ്റെ കാന്തയാണ് സഭ. യഹൂദന്മാരുടെ പശ്ചാത്തലം അനുസരിച്ച് വിവാഹത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. വിവാഹം നിശ്ചയിച്ച കന്യക നമ്മൾ ചിന്തിച്ചു നോക്കി വേറൊരു ചെറുക്കൻ്റെ കൂടെ ഓടിപ്പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വന്തം രക്തം കൊടുത്ത് വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന കന്യകയെ സാത്താന് ചവിട്ടാനായിട്ട് 7 വർഷം വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കാന്തയെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും എന്ന് നമ്മൾ മറന്നു പോകരുത്. 7ാമത് ഒരു കാര്യം കൂടെ പറയാം. റെവലേഷൻസ് 1 വെളിപ്പാട് പുസ്തകം 1 തിരസ്കരിക്കപ്പെട്ട കർത്താവിനെ കാണുന്നുണ്ട്. 2ഉം 3ഉം അധ്യായങ്ങളിലെ ക്രിസ്തുവിൻ്റെ സമയങ്ങൾ തൊട്ട് ഇങ്ങോട്ട്, എന്നുവെച്ചാൽ സഭ തുടങ്ങിയിട്ട് ഇങ്ങോട്ടുള്ള 2000 വർഷങ്ങളിലുള്ള 6 സഭകളെക്കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. അതിൻ്റെ മധ്യത്തിൽ കർത്താവ് ഉലാവിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ചില സഭയിലെ കർത്താവിൻ്റെ പ്രസൻസ് അവിടെ കാണാം. പെന്തക്കോസ്തിൻ്റെ അന്ന് മുതൽ ഇങ്ങോട്ട് തുടങ്ങി എഫെസോസ്, സ്മിർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവദീഷ്യ, ഇങ്ങനെ ഉള്ള ചർച്ചസിനെ കുറിച്ച് 7 ചർച്ചസിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിച്ചതാണ് ഡിഫറെൻ്റ് എപ്പിസോഡിൽ. എന്നാൽ 4ാമത്തെ അധ്യായത്തിന് ശേഷം സഭയെക്കുറിച്ച് പരാമർശമൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകം 4ാം അധ്യായത്തിലെ 1-ാം വാക്യം തൊട്ട് നോക്കുമ്പോൾ അവിടെ സ്വർഗം തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകം 19:7 പിന്നെ കുഞ്ഞാടിൻ്റെ കാന്തയെ കാണുന്നത്. ഈ ഇത്രയും സമയങ്ങളിൽ ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണം ഇവിടെ നടക്കുകയും ഇവിടെ പല ബാധകൾ, ക്രോധകലശങ്ങളും ഒക്കെ ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ഭൂമിയും അതുപോലെ ഭൂമിയുടെ സകല സൃഷ്ടിയും എല്ലാം പല ദൈവത്തിൻ്റെ ക്രോധത്തിൽ കൂടി കടന്നു പോകുന്ന സമയം. ആ സമയത്ത് കുഞ്ഞാടിൻ്റെ കാന്ത ഇവിടെ കാണുന്നതേയില്ല. ആ ദൈവസഭ ഭൂമിയിലില്ല എന്നുള്ളത് അതിൻ്റെ ഒരു തെളിവാണ്. 1-ാം വാക്യത്തിൽ റെവലേഷൻസ് ചാപ്റ്റർ 4:1 തുടങ്ങുന്നത് അനന്തരം എന്ന് പറഞ്ഞാണ്. അനന്തരം
എന്ന് പറഞ്ഞാൽ അനന്തരം എന്ന് പറഞ്ഞാൽ 3-ാം അധ്യായത്തിലെ ഈ ചർച്ച് ഫേസ് എന്ന് വെച്ചാൽ ദൈവസഭയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം സ്വർഗത്തിൽ കയറി വരിക എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് ഇവിടെ യോഹന്നാൻ കാണുന്നത്. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്വർഗത്തിൽ കയറി വരിക എന്ന് പറയുന്ന ഒരു ശബ്ദം. അവിടെ അനന്തരം എന്ന് പറയുമ്പോഴേ സഭയുടെ കാലം കഴിഞ്ഞു എന്നുള്ള, ഇനിയും യഹൂദന് ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ബാക്കിയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ റെവലേഷൻസ് 1:12 ദൈവസഭയുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ അതേ ശബ്ദമാണ് ഇവിടെ 4:1 കാണുന്നത്. പിന്നീട് 19 മാത്രമേ സഭയെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാനായിട്ട് സാധ്യമാവുന്നുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക, ഈ ദിവസത്തിൽ സഭ ഇവിടെ കാണുകയില്ല. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറയുന്നത്. സദാ കാലയളവിലും ആത്മാവ് ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 13:9 വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവും ഇല്ല, ദൈവസഭയും ഇല്ല. ക്ലിയറായിട്ട് അവിടെ നമുക്ക് മനസ്സിലാവും, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോഴവിടെ ആത്മാവും ഇല്ല, ദൈവസഭയും ഇല്ല. ഇത്രയുമുള്ള 7 പോയിന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സഭ ഒരിക്കലും തന്നെ പിശാചിന് ചവിട്ടാനായിട്ട് ഇട്ടുകൊടുക്കത്തില്ല, കർത്താവ് ഇട്ടുകൊടുക്കത്തില്ല. പ്രത്യേകിച്ച് കാന്തയാണ്. ഈ കാന്ത സഭയ്ക്ക് ഒരുപാട് റൈറ്റും പ്രിവിലേജസും ഉണ്ട്. രക്തം കൊടുത്ത് വീണ്ടെടുത്താണ്. നമുക്ക് അത് നമ്മൾ പഠിക്കും ഇനിയും, കാന്തയും ആടും തമ്മിലുള്ള വ്യത്യാസവും, അതുപോലെ കാന്തയ്ക്ക് ഉള്ള റൈറ്റും പ്രിവിലേജസും എല്ലാം ബൈബിളിൽ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും പറയുന്നുണ്ട്. 1000 ആണ്ട് വാഴ്ചയിലുള്ള ചില റൈറ്റ്സുകൾ കാന്തയ്ക്കുള്ളത്. എന്നാൽ അത് ഈവൻ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് പോലും അവകാശം കിട്ടിയില്ല. കാന്ത എല്ലായിടും, കാന്തയും ചേർന്നാണല്ലോ, ദൂതന്മാരും കാന്തയും കൂടാണ് ചേർന്ന് മഹത്വ പ്രത്യക്ഷതയിൽ വരുന്നത്. അവിടെ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ പോലും ഇല്ല. അവരതിന് ശേഷമാണ് അവർ ഉയർക്കുന്നത് പോലും. അത്രയ്ക്ക് ഉള്ള ഒരു പ്രിവിലേജ് കാന്തയ്ക്ക് കൊടുക്കുമ്പോഴേ ആ കാന്തയെ ഒരിക്കലും തന്നെ ചവിട്ടാനായിട്ട്, പിശാചിനെ ചവിട്ടാനായിട്ട് കൊടുക്കുകയില്ല എന്നുള്ള വലിയ സത്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ കാന്തയായി തീരുക എന്നുള്ള വലിയൊരു പ്രിവിലേജ് ഈ ദിവസങ്ങൾ നമുക്കുണ്ടാവണം. 7 പോയിൻ്റാണ് പറഞ്ഞത്. 1, സ്വകാര്യ സ്വത്താണെന്ന് പറഞ്ഞു. 2, കർത്താവിൻ്റെ ശരീരമാണെന്ന് പറഞ്ഞു. 3, കർത്താവിൻ്റെ സമ്പാദ്യമാണെന്ന് പറഞ്ഞു. 4, കർത്താവിൻ്റെ നിവാസമാണെന്ന് പറഞ്ഞു. പിന്നെ പരിശുദ്ധാത്മാവ് സഭയിലുണ്ടെന്ന് പറഞ്ഞു. 6, കാന്തയാണെന്ന് പറഞ്ഞു. 7ാമത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ പറയുന്ന സഭകളുടെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ 4ാം അധ്യായം തൊട്ട് 19ാം അധ്യായം വരെ സഭയെ കാണുന്നില്ല എന്നും പറഞ്ഞു. ഇത്രയും ആമ്പിളായിട്ട് നമുക്ക് മുമ്പിൽ തെളിവുകൾ ഇരിക്കുമ്പോഴേ വീണ്ടും നമ്മൾ സഭ മിഡ് ട്രിബുലേഷൻ ഇതിൽ കൂടെ ഒക്കെ കടന്നു പോകും എന്ന് പറയുന്ന ചിന്തകൾ ശരിയായിട്ടുള്ളൊരു ചിന്തയല്ല. ബൈബിളിലെ ചില വാക്യങ്ങൾ ചിലപ്പോൾ എടുത്തിട്ട് സഭയിൽ കഷ്ടം വന്നു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അത് അങ്ങനെ ഒരു ശരിയായിട്ടുള്ള ചിന്തയല്ല എന്ന് ഞാൻ ഈ തരുണത്തിൽ പറയുകയാണ്. അതുകൊണ്ട് സഭ ഒരിക്കലും തന്നെ കഷ്ടങ്ങളിൽ കൂടി കാണും. അപ്പോഴേ ബ്രദറെ, ഇപ്പം നമ്മൾ കടന്നു പോകുന്ന കഷ്ടം എന്താണ്? ഇപ്പം ടെമ്പറേച്ചർ കൂടി, ഫ്ലഡ് വന്നു, എർത്തുക്വേക്ക് വന്നു, പെസ്റ്റിലൻസ് വന്നു, ഇതെല്ലാം തന്നെ വരുന്നതല്ലേ? ഇതൊക്കെ അന്ന് കാണിക്കുന്നതല്ലേ? ഇതൊന്നും അല്ല കാണുന്നത്. ഇതൊന്നും വലിയ പ്രയാസമല്ല. നമ്മൾ വരാൻ പോകുന്ന പ്രയാസം ഓർത്താൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ വയ്യാത്ത രീതിയിലുള്ള പ്രയാസങ്ങളാണ്. ആൻറ്റിക്രൈസ്റ്റിൻ്റെ 10 അധികാരങ്ങളും ആൻറ്റിക്രൈസ്റ്റിൻ്റെ 21 ബാധകളും എല്ലാം നമ്മൾ ഇനി ചിന്തിക്കുമ്പോഴേ, ഭരണകാലത്ത് ചിന്തിക്കുമ്പോഴേ ഒരെണ്ണത്തിൽ കൂടെ പോലും നമുക്ക് കടന്നു പോകാൻ പറ്റാത്ത സ്റ്റേജാണ്. ആൾ നിലവിളിക്കും, പർവ്വതങ്ങളെ ഞങ്ങളെ വന്ന് വീഴുവീൻ എന്ന് പറഞ്ഞ് ആൾ മരിച്ചാൽ മതി എന്ന് പറയും. മരിക്കാൻ പോലും പറ്റാത്ത അസാഹചര്യങ്ങളിലാണ് മനുഷ്യനായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കേൾവിക്കാരെ ഞാൻ പേടിപ്പിക്കാൻ പറയുന്നതൊന്നുമല്ല. കേൾവിക്കാരെ ഇത് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ മക്കളായി തീരുന്ന എന്ത് അനുഗ്രഹമായിട്ടുള്ളൊരു പദവിയാണ്. കർത്താവിൻ്റെ കല്യാണ സദ്യയിൽ കല്യാണം ഒരുക്കുമ്പോഴേ അതിൽ ഈ കല്യാണം എന്ന് പറയുന്ന പോയി ഈ താലി കെട്ടുന്ന കാര്യമൊന്നുമല്ല ഈ പറയുന്നത്. കല്യാണ സദ്യ എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അവകാശത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് നമ്മളെ കൊണ്ട് കൂട്ടിച്ചേർക്കുന്ന കാര്യം. കാന്തയായി തീരുക എന്ന് പറയുന്ന വലിയ അനുഭവമാണ്. ദൈവം അനുഭവിക്കുകയാണെങ്കിൽ കാന്തയുടെ ചില ക്വാളിറ്റീസ് നമുക്ക് പഠിക്കാം. ആരെയാണ് കർത്താവ് 2ാം വരവിൽ
കർത്താവിൻ്റെ രഹസ്യം അവരിൽ എടുക്കുന്നതെന്ന് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. ദൈവസഭയുടെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഉള്ള എപ്പിസോഡിലൊക്കെ ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഇന്നത്തെ പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെയൊക്കെ ദൈവം എടുക്കും. നമ്മൾ കർത്താവിൽ ആശ്രയവും വിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മൾ കാന്തിയായി തീരും. അതിനുള്ള സാവകാശം ഇപ്പോഴാണുള്ളത്. എന്നാണ് കർത്താവ് വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് അതിനുള്ള സാവകാശം. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം, പ്രിപ്പയർ ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ. നിങ്ങൾക്ക് ദൈവം വലിയൊരു വിടുതൽ തരും. ദൈവമായ കർത്താവെ, രാത്രികാലം നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭ കർത്താവെ ട്രിബുലേഷനിൽ കൂടി സാത്താന്യ ഭരണത്തിൽ കൂടി കടന്നു പോവുകയില്ല എന്നല്ലേ ഞങ്ങൾ ചിന്തിച്ചത്. കർത്താവെ, ഒരിക്കലും കർത്താവെ ഞങ്ങളെ നിൻ്റെ സമ്പാദ്യത്തെ ഒരിക്കലും നീ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ലല്ലോ. ദൈവമേ, ഞങ്ങൾ വിശുദ്ധിയോടുകൂടി ഞങ്ങളെ വീഴാതെ വണ്ണം കാത്തു പരിപാലിക്കുന്ന നിൻ്റെ വലിയ കൃപയാവുന്നുവെന്ന് ഓർക്കുന്നു. അതുകൊണ്ട് ഈ കൃപായുഗത്തിലെ കർത്താവെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ വലിയ അനുഭവത്തിൽ വരാത്തവരുണ്ടെങ്കിൽ അവിടെ ഹൃദയത്തെ നീ തുറക്കണമേ. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനായിട്ട് ഈ ദിവസങ്ങൾ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭയെ നീ കൂട്ടിച്ചേർക്കുമ്പോൾ അതിലെ ഭാഗമൊക്കെയായി തീരുവാനായിട്ട് ഞങ്ങളും ഉണ്ടാകണമേ. വിശ്വാസത്തിൽ നിന്നിട്ട് കർത്താവെ തളർന്നു പോയവരുണ്ട്, ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ലോകമയത്തിൽ അടിമപ്പെട്ട് പരിശുദ്ധാത്മാവിനെ കെടുത്തുകൊണ്ട് അതിൻ്റെ സെൻസിറ്റിവിറ്റീസ് നഷ്ടപ്പെട്ടു പോയവരെ ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവെ, അവരെല്ലാം മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സ്നേഹത്തിൽ അവരെ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൃപയിൽ നഷ്ടപ്പെട്ട് കളയാതെ, കൃപ നഷ്ടപ്പെട്ടു പോകാതെ ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് കർത്താവെ സഹായിക്കണമേ. രോഗികളായി പ്രയാസങ്ങളിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ചില ദമ്പതികൾ ഇത് ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞിരിക്കുന്ന ഗർഭങ്ങളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു ക്രിയേറ്റീവ് മിറക്കിൾ അവരെ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവിന് ഈ ശക്തിയോടുകൂടി കർത്താവ് ഇടപെടണമേ, അവരുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരദേശങ്ങളിൽ കർത്താവ് ആയിരിക്കുന്ന ഫാമിലി, സെപ്പറേറ്റ് ആയിരിക്കുന്ന ചില ആളുകൾ കർത്താവ് അവരുടെ താല്പര്യം കൊണ്ട് ഒരുമിച്ചാവുവാനായിട്ട് ദൈവമേ നീ വഴികളെ ഒരുക്കണമേ. വേണ്ടായിട്ടുള്ള ഫേവറബിളായിട്ടുള്ള ട്രാൻസ്ഫറുകൾ ഈ ദിവസങ്ങൾ കൊടുത്ത് ഒരു കുടുംബമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവെ നീ കൃപയൊരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ചില പ്രയാസങ്ങൾ വന്ന് കർത്താവെ ദുരിതങ്ങളിലിരിക്കുന്ന ചിലരുണ്ട്. കർത്താവെ, കുഞ്ഞുങ്ങൾ കർത്താവെ അവരുടെ സംസാരശേഷിയില്ലാതെയും പ്രയാസപ്പെടുന്ന ചില ആളുകൾ കർത്താവെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിനെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിൻ്റെ സംസാരശേഷിയും ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ്സും ഒക്കെ കർത്താവെ അത് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, നിൻ്റെ കരുണ കർത്താവെ അവരുടെ മേൽ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേൾക്കുന്നവർക്ക് സ്തോത്രം, അനുഗ്രഹിക്കുന്ന സ്തോത്രം. എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. കണ്ട എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും നിങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേരാൻ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ടുള്ള ചിന്തകളാണല്ലോ. തുടർന്നും ഇത് വാച്ച് ചെയ്യണം. അതുപോലെ ഈ എപ്പിസോഡ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.